ഓം പാപായ പ്രതിബുദ്ധിതാം ഭഗവതാം നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം ഹേ മഹാഭാരതം അദ്വൈതാമൃതവർത്തിനി ഭഗവതി അഷ്ടദശാധ്യായിനി തത്വാമനുസന്ധതാം ഭഗവദ്ഗീതേ ഭഗവദ്വേഷിണി. മുപ്പത്തി എട്ടാമത്തെ ശ്ലോകമായിരുന്നു. 38ാമത്തെ ശ്ലോകത്തില് 2-3 പാരഗ്രാഫ് 4 പാരഗ്രാഫ് കഴിഞ്ഞു. സുഖദുഃഖേ സമീകൃത്വാ മാലാഭൂജയാ ജയോ തതോ യുദ്ധായ യുജ്യസ്വ പാവമവാപ്സ്യസി. സുഖത്തെയും ദുഃഖത്തെയും ലാഭത്തെയും നഷ്ടത്തെയും ജയത്തെയും തോൽവിയെയും ഒരേ മാതിരി കരുതിയിട്ട് പോരിനൊരുങ്ങി. പ്രകാരമായാൽ നിന്നെ പാപം ചെയ്യും. ഇതിന്റെ പുസ്തകം നമ്മള് പാരഗ്രാഫ് ആക്കിയിട്ട് എല്ലാവരും കർമ്മം ചെയ്യുന്നു ആ പാരഗ്രാഫാണ്. 6ാമത്തെ പാരഗ്രാഫ് ഇതൊരു വായിക്കാമോ? 6ാമത്തെ പാരഗ്രാഫ് എല്ലാവരും കർമ്മം ചെയ്യുന്നു. മുപ്പത്തി എട്ടാമത്തെ ശ്ലോകം അല്ലേ സർ? 8ാമത്തേതിൽ അതെ. പിന്നെ 6ാമത്തെ പാരഗ്രാഫ് എല്ലാവരും കർമ്മം ചെയ്യുന്നു, മിക്കവർക്കും അത് നമ്മള് എല്ലാവരും കർമ്മം ചെയ്യുന്നു, മിക്കവർക്കും അത് അധ്വാനമുള്ള ഒരു ജോലിയായി ഭാരമായി തോന്നും. ആന്തരപ്രചോദനത്തോടെ പ്രവർത്തിക്കുന്നവന് കർമ്മം നിവൃത്തിയുടെ ഉറവിടമാണ്. കർമ്മത്തെ മികവുറ്റതാക്കി തീർക്കുന്നത് ആ പ്രചോദനമത്രേ. ആത്മനിർവൃതിയുടെ അനർഘ നിമിഷങ്ങളിലാണ് കവിയുടെയോ കലാകാരന്റെയോ ഏറ്റവും മികച്ച സൃഷ്ടി രൂപം കൊള്ളുന്നത്. അത് മറ്റൊരാൾക്ക് അനുകരിക്കാനോ അവർക്ക് തന്നെ മറ്റൊരിക്കൽ ആവർത്തിക്കാനോ ആവില്ല. വിരുദ്ധ ചിന്തകളാൽ ആകുലമാവാതെ ഉള്ളം തെളിഞ്ഞ് പ്രശാന്തമാവുമ്പോൾ ഉളവാകുന്ന ആത്മസ്മൃതിക്കൊത്ത ആനന്ദ നിർവൃതിയിൽ ആറാടിക്കൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ അത് അത്യന്തം ഉത്കൃഷ്ടമായി തീരുന്നു. അത് യാന്ത്രികമായി ആവർത്തിക്കാൻ പറ്റില്ല. മൊണാലിസയുടെ ധൂമന്തഹാസം മറ്റൊരു ക്യാൻവാസിൽ ഒരിക്കൽ കൂടി പകർത്താൻ ഡാവിഞ്ചിക്ക് കഴിഞ്ഞിട്ടില്ല. എന്തിന് ഗീതോപദേശം തന്നെ രണ്ടാമതൊന്ന് ആവർത്തിക്കാൻ ശ്രീകൃഷ്ണനും സാധിച്ചിട്ടില്ല. യുദ്ധാനന്തരം അർജുനൻ ആവശ്യപ്പെട്ടിട്ടും. അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ഒരു അത്ഭുത സിദ്ധിയാണ് ആന്തര പ്രചോദനമെന്നും അത് വ്യക്തിയുടെ നിയന്ത്രണത്തിൽ അല്ലെന്നുമാണ് പാശ്ചാത്യരുടെ ധാരണ. ഭാരതീയ ഋഷിമാരുടെ അനുഭവവും അഭിപ്രായവും മറിച്ചാണ്. ഞാൻ ജീവനല്ല, ശിവനാണ് എന്ന ബോധത്തോടെ അന്തരാത്മാവുമായി തന്മയീഭാവത്തിൽ വർത്തിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യദർശികൾക്ക് അവകാശപ്പെട്ട ദിവ്യാനുഭൂതിയാണ് പറയപ്പെട്ട ആന്തര പ്രചോദനം. ഉൾക്കുളിർമയും ആത്മനിർവൃതിയും സ്വന്തം മനോബുദ്ധികൾക്കും സാക്ഷിയായി അവയുടെ ഭാവവ്യത്യാസങ്ങളൊന്നും ബാധിക്കാതെ ശാന്തഗംഭീര ഭാവത്തിൽ വർത്തിക്കുന്ന യോഗിയുടെ ചിത്തത്തിൽ അഹന്ത മമതകൾക്ക് സ്ഫുരിക്കുന്നതല്ല. ഭൗതിക വ്യക്തിത്വം മറന്ന് നിർവൃതിയിലാറാടുന്ന മഹാപുരുഷൻ കർമ്മവിമുഖനുമാവുകയല്ല, കർമ്മകുലശനാവുകയാണ് ചെയ്യുക. ഈ നിലയ്ക്ക് പ്രവർത്തിക്കുന്ന കർമ്മയോഗിയുടെ ഏത് കർമ്മവും ശ്രേഷ്ഠമായി തീരുന്നു. ഒരു സാധാരണ കർമ്മത്തെ മഹത് കർമ്മമാക്കി ഉയർത്തുന്നത് നിസാര ലാഭത്തെ പോലും മഹാനേട്ടമാക്കി തീർക്കുന്നത് മനസ്സിന്റെ ഈ സന്തുലിതാവസ്ഥയത്രേ. അവിടെ
നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ മനസ്സിന്റെ സംയമനമാണ് ആത്മസംയമനം. സുഖദുഃഖത്തെയും ലാഭനഷ്ടത്തെയും വിജയപരാജയങ്ങളെയും എല്ലാം നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു അപ്രോച്ചാണ് നമ്മൾ ജീവിതത്തിൽ എടുക്കേണ്ടത് എന്നുള്ള നമ്മൾ ഈ കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ അർജുനൻ്റെയൊക്കെ നീ യുദ്ധത്തിന് ചെയ്യണം, അതാണ് നിന്റെ കടമ. ആ കടമ നിന്റെ കടമയാണെന്ന് പല ആംഗിളിൽ അത് സമർത്ഥിച്ചു. അപ്പൊ അത് യുദ്ധം ചെയ്യുകയാണ് നിന്റെ ഇപ്പോഴത്തെ കടമ. അല്ല ദുഃഖിച്ച് മാറിയിരുന്ന് യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയല്ല. അതിന് പല രീതിയിൽ പല ആംഗിളില്, ആത്മീയത്തിന്റെ ലെവലില്, ഭൗതികവാദികളുടെ ലെവലില്, സാധാരണ ക്ഷത്രിയന്റെ സ്വധർമ്മത്തിന്റെ ലെവലിൽ, ഇങ്ങനെ പല രീതിയിൽ കണ്ടിട്ട് യുദ്ധം ചെയ്തേ മതിയാകും ആ കാരണത്തിലോട്ട് എത്തിച്ചേർന്നു. പിന്നെ ഈ യുദ്ധം ചെയ്യുന്ന ആ കർമ്മം ചെയ്യുന്നത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് കർമ്മയോഗത്തിലോട്ടുള്ള ഒരു ആരംഭമായത്, കർമ്മയോഗത്തിന്റെ. നമ്മൾ ഈ ആത്മസംയമനം, ഈ ദ്വന്ദ്ഭാവങ്ങളുണ്ട് നമുക്ക് എല്ലാത്തിനും. സുഖം ഉണ്ടെങ്കിൽ ദുഃഖമുണ്ട്, വിജയം ഉണ്ടെങ്കിൽ പരാജയമുണ്ട്, ലാഭം ഉണ്ടെങ്കിൽ നഷ്ടമുണ്ട്. ഇങ്ങനെയുള്ള ദ്വന്ദ്ഭാവങ്ങളുണ്ട്, പെയർ ഓഫ് ഓപ്പോസിറ്റ്. ഇതിനെ നമ്മൾ ബാലൻസ് ചെയ്തുകൊണ്ട് വേണം ഓരോ കർമ്മങ്ങളും ചെയ്യാൻ. കാരണം നമുക്ക് വരുന്ന കർമ്മങ്ങൾക്ക് നമുക്ക് ഫ്രീഡം ഇല്ല. നമ്മൾക്ക് വന്നു ചേരുന്നതിൽ ഇതുണ്ട്, സ്വധർമ്മമുണ്ട്. അതിനകത്ത് നമുക്ക് ഫ്രീഡം ഇല്ല, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും, നമുക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഫ്രീഡമാണ്. ഇപ്പൊ നമ്മൾ ഒരു ഓഫീസിൽ പോകുന്നു, അല്ലെങ്കിൽ ഈ വീടുകൾ എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായിട്ട് വന്നു ചേരും. എനിക്ക് അതിനകത്ത് മാറി നിൽക്കാൻ പറ്റത്തില്ല. ഒരു കുടുംബത്തിലായാലും എന്റെ ഓഫീസിലായാലും എനിക്ക് ഒരു ടേബിൾ ഉണ്ട്, വർക്ക് ടേബിൾ ഉണ്ടെങ്കിൽ ഇരിക്കട്ടെ ഓഫീസിൽ. എന്റെ ടേബിൾ ആ സെക്ഷനിലോട്ട് വരുന്ന ഇന്ന പല പല പേപ്പേഴ്സ് വരും, പല പല വർക്കുകൾ വരും അൺഎക്സ്പെക്ടഡ് ആയിട്ട്. ആ സീറ്റിലിരിക്കുന്ന അയാൾ അത് ബൗണ്ട് ടു ഡു, ആ ചെയ്തേ പറ്റൂ. ഇപ്പൊ നമുക്ക് ഇതെനിക്ക് വരാൻ അങ്ങനെ പറഞ്ഞാൽ നമ്മൾക്ക് ജോലിയെ ബാധിക്കും. അപ്പൊ നമ്മളിലോട്ട് വരുന്ന റെസ്പോൺസിബിലിറ്റി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് നമുക്ക് എനിക്ക് ഇത് വേണം, അത് വേണ്ട, എന്റെ റെസ്പോൺസിബിലിറ്റി ഇതൊക്കെ, ഈ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കാം, ഈ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കുന്നില്ല. അങ്ങനെ നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ സിറ്റുവേഷൻസ് അതാ. അപ്പൊ നമുക്ക് വരുന്ന ഓരോ ഡ്യൂട്ടീസും കടമകൾ ഇതൊക്കെ നമുക്ക് അതിൽ ഫ്രീഡം ഇല്ല. പക്ഷെ അത് നമുക്ക് ഫ്രീഡം ഉള്ളത് എന്തുവാ, നമുക്ക് അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് എന്റെ ഫ്രീഡമാണ്. എനിക്ക് വേണമെങ്കിൽ സന്തോഷത്തോടെ അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ മനസ്സില്ലാത്ത മനസ്സോടെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. അപ്പോ ഇത് എങ്ങനെ ചെയ്യണം, ഓരോ കർമ്മങ്ങളും ഞാൻ എങ്ങനെ ചെയ്യണം എന്ന് പറയുവാണ് കൃഷ്ണൻ. അതിലാണ് ഇപ്പൊ നമുക്ക് ഏത് കാര്യവും നമുക്ക് ചെയ്തേ പറ്റുമെങ്കിലേ അത് സന്തോഷത്തോടെ ചെയ്യല്ലേ. നമ്മൾ ദുഃഖത്തോടെ അല്ലെങ്കിൽ ഒരു അതുമായിട്ട് മനസ്സിന് തൃപ്തിയില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തേ പറ്റുതാനും. പക്ഷെ അതിങ്ങനെ ഇപ്പൊ എന്റെ തന്നെ ആരോഗ്യത്തെ, എന്റെ തന്നെ സ്വസ്ഥതയെ അത് ബാധിക്കുക. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ജീവിത യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. നമുക്ക് വരുന്ന കടമകൾക്ക് നമുക്ക് ഫ്രീഡം ഇല്ല. നമ്മൾക്ക് ചേരുന്ന ഓരോ ഡ്യൂട്ടീസും ഇതൊക്കെ നമുക്ക് ഫ്രീഡം ഇല്ല. അത് നമ്മൾ വന്നു ചേരും, നമ്മൾ തട്ടിക്കളഞ്ഞാൽ നമുക്കത് പാപമായിട്ട് മാറും. സ്വധർമ്മത്തിൽ നിന്ന് ഞാൻ ഡീവിയേറ്റ് ചെയ്യുക. സ്വധർമ്മത്തിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. അത് നല്ലതായാലും അനുകൂലമായാലും പ്രതികൂലമായാലും ഞാൻ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഞാൻ അതിനെ അവോയ്ഡ് ചെയ്യാൻ പോകുന്നത് പാപമാണ്. പാപം വെച്ചാല് ഞാൻ എന്റെ കർമ്മഫലത്തിനെ കൂട്ടുക, എനിക്ക് ദുരിതത്തിനെ കൂട്ടുക. അതാണ് പാപം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ വരുന്ന സ്വധർമ്മത്തിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. എനിക്ക് ഈ വരുന്ന സ്വധർമ്മത്തിൽ എനിക്ക് ഫ്രീഡം ഇല്ല. കാരണം എന്നിൽ നിന്ന് പോയത് അനുകൂലവും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്നിൽ വന്നു ചേരും. അങ്ങനെ ഒരു ഡ്യൂട്ടി ആയിട്ടോ ഏത് രീതിയിലും അത് വന്നു ചേരും എന്നിൽ. എനിക്ക് അതിനെ ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്നിൽ നിന്ന് പോയത് എന്നിൽ തന്നെ വന്നേ പറ്റൂ. അപ്പൊ ഞാൻ എന്റെ ഹോൾ ഹാർട്ടഡ് ആയിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു തത്വം. നമ്മൾ ഈ പാരമാർത്ഥിക സത്യങ്ങൾ അറിയുമ്പോഴേ നമ്മുടെ വാസനകളിൽ ഇരിക്കാതെ, വാസനകൾ വെച്ചാൽ എന്റെ ഇഷ്ടവും അനിഷ്ടമുണ്ട്. എനിക്ക് അനുകൂലവും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ എന്നിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. എനിക്ക് ഇത് ഇഷ്ടമല്ല, ഞാൻ ഇത് ചെയ്യത്തില്ല, ഞാൻ അതേ ചെയ്യൂ. അങ്ങനെ പിടിവാശി എടുത്താൽ നമ്മുടെ ജീവിതം ദുരിതത്തിലാവും. അപ്പോ എന്റെ ഇഷ്ടാനിഷ്ടങ്ങളിൽ നിന്ന് മാറി ഈ അനുകൂലവും പ്രതികൂലമായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ വരുന്ന എനിക്ക് ഫ്രീഡം ഇല്ലാത്ത ആ സാഹചര്യങ്ങളിൽ ഞാൻ ബാലൻസ്ഡ് മൈൻഡായിട്ട് അതിനെ നമ്മൾ നെഗറ്റീവായിട്ട് കണ്ട് നമ്മളൊരു പോസിറ്റിവിറ്റിയിൽ എല്ലാം നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദുരിതം ഉണ്ടാവത്തില്ല. നമ്മൾ എന്തായാലും ചെയ്തേ പറ്റൂ. അപ്പം അതിനെ നല്ല ബാലൻസ്ഡ് മൈൻഡ് ചെയ്യാൻ നമ്മൾ പരിശീലിക്കണം. ഇതുവരെ നമ്മൾ പരിശീലിച്ചിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെ ആർജവത്തോടുകൂടി അത് ചെയ്യും. നമുക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിലോ നമ്മൾ ഉള്ളിൽ അതിനെ വഴക്ക് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ നമ്മൾക്ക് വന്നു ചേരുന്ന സാഹചര്യത്തിനെ നമ്മൾ ശപിച്ചുകൊണ്ടും ഒക്കെ നമ്മൾ ശപിച്ചുകൊണ്ടായിരിക്കും ആ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടമ ചെയ്യുന്നത്. അതുകൊണ്ട്
അതുകൊണ്ട് ഈ കടമ നമ്മൾ ആരോടാണ് അവർക്കല്ല, എനിക്ക് തന്നെയാണ് അതിന്റെ ആപത്തുകൾ സംഭവിക്കുന്നത്. വെച്ചാല് റിയാക്ഷൻ എനിക്ക് തന്നെ ഉണ്ടാവും. ഞാൻ എന്റെ മനസ്സ് എങ്ങനെ ഇരിക്കുന്നു, വേറൊരാളല്ല അതിന്റെ കാരണം. നമ്മൾ വ്യക്തികളും സാഹചര്യങ്ങളെയും നമ്മൾ പറയുന്നു, അവരെ കൊണ്ടാണ് എനിക്ക് ഈ ജോലി എല്ലാം വന്നത്, അവരെ കൊണ്ടാണ് എനിക്ക് ഇതൊക്കെ വന്നത്. എനിക്ക് വന്നു ചേരേണ്ടത് അവരിൽ കൂടെ വന്നതേ ഉള്ളൂ, അല്ലാതെ അവര് അതിന് കാരണക്കാരല്ല. കാരണം എന്റെ കർമ്മഫലം ഓരോരുത്തർ കൂടെ എന്നിൽ വരും, സാഹചര്യങ്ങളായിട്ടും വരും, വ്യക്തികളായിട്ടും വരും. അപ്പൊ നമുക്ക് വന്ന് ചേരുന്നതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ ഈ പാരമാർത്ഥ സത്യങ്ങളെ അറിയുന്നതിന് മുമ്പ് അതർവൈസ് നമുക്ക് അറിയത്തില്ല. നമ്മുടെ വാസനകൾ ഇരിക്കുമ്പോൾ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ വളരെ ഇത് കാണിക്കും, അട്രാക്ഷൻ കാണിക്കും അതിനോട്. നമുക്ക് ഇഷ്ടമല്ലെങ്കിലോ നമ്മൾ അതിനോട് റിജക്ഷൻ, നമ്മൾ അതിനെ വെറുക്കും, ആ സാഹചര്യത്തെ ആയാലും വ്യക്തികളെ ആയാലും. പക്ഷെ അപ്പോ ഇത് എന്നിൽ നിന്ന് പോയതാണ് തിരിച്ചു വരുന്നുള്ള ഈ സത്യങ്ങളെ ഞാൻ മനസ്സിലാക്കി അപ്രോച്ച് ചെയ്യുമ്പോൾ ഞാൻ എല്ലാത്തിനെയും ഒരു ബാലൻസ്ഡ് മൈൻഡോടുകൂടി, ഈ പെയർ ഓഫ് ഓപ്പോസിറ്റ്സ്, എനിക്ക് ഇഷ്ടം വരുമ്പോൾ ഞാൻ വളരെ അട്രാക്ഷൻ കാണിക്കുന്നു, എനിക്കൊരു ഇഷ്ടമില്ലാത്ത ഒരു സംഗതികൾ വരുമ്പോഴേ ഞാൻ വളരെ ഒരു റിജക്ഷൻ കാണിക്കുന്നു. ആ രീതി എല്ലാത്തിനെയും ബാലൻസ് ചെയ്തുകൊണ്ട് ഞാൻ അപ്രോച്ച് ചെയ്യും. അതാണ് ഇതിനകത്ത് കൃഷ്ണൻ പറയുന്നത്. ഇപ്പൊ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ. ഇത് വെസ്റ്റേൺ ആൾക്കാർ എന്താ പറയുന്നത്, ഈ ഇങ്ങനെയുള്ള ഒരു ക്വാളിറ്റീസ് അതൊക്കെ ഓരോരുത്തരുടെ കിട്ടുന്ന എന്തുവാ അത് പറയുന്നേക്കുന്ന അപ്രത്യക്ഷ വന്നു ചേരുന്ന ഒരു അത്ഭുത സിദ്ധിയാണ് ആന്തര പ്രചോദനം. ഒന്നും അത് വ്യക്തിയുടെ നിയന്ത്രണത്തിലല്ല. നമുക്ക് ഓരോന്നിലും ഈ അതിനുമ്പ് പറഞ്ഞ എക്സാമ്പിൾസ് ചിത്രരചനയുടെ കാര്യമാണ്. അതുപോലെ കൃഷ്ണൻ ഗീത പറഞ്ഞതും ചില കാര്യങ്ങള് ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുമ്പോൾ നല്ല പ്രൊഡക്ഷൻ ഉണ്ടാവും, നല്ല ഒരു എഫക്റ്റ് ഉണ്ടാവുന്നു. പക്ഷേ ഈ നമുക്ക് ഉള്ളിൽ നിന്നുണ്ടാവുന്ന ഒരു ആന്തര പ്രചോദനം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നതല്ലത്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ മനോഭാവം മാറുമ്പോഴേ. കാരണം നമ്മൾ ഈ പാരമാർത്ഥ സത്യത്തെ, അതാണ് യോഗികളുടെ കാര്യമൊക്കെ പറഞ്ഞത്. ഈ യോഗി എപ്പോഴും ഈ പാരമാർത്ഥ സത്യങ്ങളെ അറിഞ്ഞൊരു യോഗി ആന്തര പ്രചോദനത്തെ എപ്പോഴും സന്തുലിതാവസ്ഥയിലായിരുന്നു നിൽക്കുന്നത്. അപ്പം അവർക്ക് ഒരു ജീവിത ദുരിതങ്ങളും ഇല്ല. നമ്മൾ ഇതിനെ നമ്മുടെ വാസനയിൽ കൂടെ കാണുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം. അതേസമയത്ത് നമ്മളെ നിലനിർത്തുന്ന ഒരു ശക്തി, ഈ പരമാത്മ ചൈതന്യത്തിലാണ് ഞാൻ ഇത് നിൽക്കുന്നതെന്നും, ഈ പരമാത്മ ചൈതന്യത്തിൽ വരുന്ന എന്റെ വാസനകളാണ് എന്റെ ഈ അനുകൂലവും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളായിട്ട് വരുന്നതെന്നും ഞാൻ ഇതിനെ ഒരു ബാലൻസ് മൈൻഡോട് കഴിഞ്ഞാൽ എനിക്ക് ദുരിതമായിട്ട് തോന്നത്തില്ല. ഈ ഒരു 1-2 പോയിന്റുകളാണ് ഇനി ഇത് തന്നെയാണ് ഇനി 2 പേജും കൂടെ ഉണ്ട്. ഈ ഒരു ആസ്പെക്ട് ആണ് ഇതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ശരീര മനോബുദ്ധിക്ക് ആ ലെവലിൽ മാത്രം ഇരിക്കാതെ നമ്മുടെ ആത്മീയമായിട്ടുള്ള നമ്മളെ നിലനിർത്തുന്ന ഒരു ശക്തി, ധാർമ്മിക് വാല്യൂസിൽ നമ്മളെ നിലനിർത്തുന്ന ശക്തിയാണ് പരമാത്മ ചൈതന്യം. അതാണ് ഈശ്വരൻ. ആ ഈശ്വരന് അനുയോജ്യമായിട്ടുള്ള ക്വാളിറ്റീസിൽ എന്ന് വെച്ചാൽ ധാർമ്മിക് വാല്യൂസിലായിരിക്കണം നമ്മൾ ഇതിനെല്ലാം കാണേണ്ടത്. അല്ലാതെ എന്റെ ശരീരത്തിന്റെ ലെവലിലോ മനസ്സിന്റെ ലെവലിലോ ബുദ്ധിയുടെ ലെവലിലോ ഇത് മൂന്നും വാസനകൾക്ക് അതീതമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. നമ്മൾ ഈ പാരമാർത്ഥ സത്യങ്ങളെ അറിയാത്ത ഒരാള് ഈ 3 തലത്തിലുമേ നമ്മൾ പ്രതികരിക്കത്തുള്ളൂ. ഏത് അനുകൂലവും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ അഹന്ത മമതയില് ഞാന് എന്റെ ആ ഒരു ഇതിൽ നമ്മൾ പ്രതികരിക്കാൻ നോക്കത്തുള്ളൂ. പക്ഷെ ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം. ദാറ്റ് ഈസ് നമ്മുടെ ആത്മസംയമനം, ബാലൻസിങ് ദ മൈൻഡ്. അതാണ്. അടുത്തൊരു പാരഗ്രാഫോട്ട് വായിക്കാം. അശ്വതിക്ക് വായിക്കാമോ? മനോബുദ്ധികളെ ബോധപൂർവം സാമ്യാവസ്ഥയിൽ നിർത്താനുള്ള ഉപായം. വായിക്കാം സാറേ, വായിക്കാം. എവിടെയായിരുന്നു സാറേ പറഞ്ഞ്? ഞാനത് 38ാമത്തെ ശ്ലോകത്തിലെ 8ാമത്തെ പാരഗ്രാഫാണെന്ന് തോന്നുന്നു. മനോബുദ്ധികളെ ബോധപൂർവം സാമ്യാവസ്ഥയിൽ നിർത്താനുള്ള ഒരു ഉപായം. മനോബുദ്ധികളെ ബോധപൂർവം സാമ്യാവസ്ഥയിൽ നിർത്താനുള്ള ഒരു ഉപായം പൂർവികരായ ഹൈന്ദവാചാര്യന്മാർ കണ്ടുപിടിച്ചു. അതത്രേ യോഗം. വൈദിക കാലത്തെ ഹിന്ദുക്കൾക്ക് ഇത് അറിയാമായിരുന്നു. അവർ ഇത് അഭ്യസിക്കുകയും ആചരിക്കുകയും ചെയ്തു. അങ്ങനെ വിശ്വോത്തരങ്ങളായ പല നേട്ടങ്ങളും ഭാരതീയർ കൈവരിച്ചു. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഭാരതം ഉന്നത സ്ഥാനം നേടി. വൈദിക കാലം തൊട്ട് നിലവിലുള്ളതും ആസ്തികതയിൽ അധിഷ്ഠിതവുമായ ഭാരതീയ തത്വചിന്ത ജീവിതത്തിലെ എല്ലാ തുറകളിലും പ്രായോഗികമാണ്. സാർവത്രികമായ പ്രായോഗികതയില്ലാത്ത ഒരു സിദ്ധാന്തത്തെ തത്വദർശനമായി അംഗീകരിക്കാൻ വയ്യല്ലോ. വിവേചന ശക്തിയുള്ള ബുദ്ധിക്ക് തികച്ചും സ്വീകാര്യവും യുക്തവും തീരുമാനത്തിലെത്താൻ
സഹായകമായ നിലയിലാണ് ഗീതയിലെ തത്വനിരൂപണം. ഇന്നത് ചെയ്യണമെന്ന് ആദ്യം പറയുന്നില്ല. യുക്തികൾ ആദ്യം നിരത്തുന്നു. അവയുടെ വെളിച്ചത്തിൽ ഇന്നതാണ് യുക്തം എന്ന് സ്ഥാപിക്കുമ്പോൾ ബുദ്ധിക്ക് അത് നിഷേധിക്കാനാവില്ല. ഭൗതിക മണ്ഡലങ്ങളിലെ പ്രശ്നങ്ങളെ ആധ്യാത്മിക നിലവാരത്തിൽ മാത്രം വിലയിരുത്തിയാൽ പോരാ. പരമാത്മ തത്വത്തിന്റെ, ബുദ്ധിയുടെ അതായത് യുക്തിയുടെ, മനസ്സിന്റെ അതായത് ധാർമ്മിക മൂല്യങ്ങളുടെ, ശരീരത്തിന്റെ അതായത് പരമ്പരാഗതങ്ങളായ ആചാര്യ മര്യാദകളുടെ നിലവാരങ്ങളിൽ നിന്നൊക്കെ ജീവിത പ്രശ്നത്തെ വീക്ഷിക്കണം. പറയപ്പെട്ട ഏതു കാഴ്ചപ്പാടിലൂടെ നോക്കിയാലും നിഷേധിക്കാനാവാത്ത ഒരേ ഒരു വസ്തുവാണ് വെളിപ്പെടുന്നതെങ്കിൽ അതുതന്നെയാണ് നാം അംഗീകരിക്കേണ്ടത്. ഇങ്ങനെ എല്ലാം കൊണ്ടും സ്വീകാര്യവും തികച്ചും യുക്തവുമായ സമീപനം അഥവാ തീരുമാനം കൈക്കൊള്ളുകയും അതനുസരിച്ച് നീങ്ങുകയും ചെയ്യുക എന്നതത്രേ ശ്രേയസ്കരം. ഓക്കെ, ഇത് നമ്മൾ ഈ നമുക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങൾ, അതാ യോഗം. നമ്മൾ പറഞ്ഞില്ലയോ, ഈ ചിന്മുദ്രയുടെ ഒരു ഇതുണ്ട്, നമ്മുടെ അഹങ്കാരത്തിനെ ആത്മസമർപ്പണം ചെയ്തുണ്ട്. പരമാത്മ ചെയ്യുന്നതിൽ ചിന്മുദ്രയുടെ ഒരു സിമ്പിൾ അറിയാമല്ലോ. ഈ ഈഗോ ആണ് ഇതിന്റെ ഈ ഒരു ചൂണ്ടുവിരല്. അതിനെ തള്ളവിരലുമായിട്ട് ചൈതന്യമായിട്ട് ഘടിപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ. എന്നുവെച്ചാല് അതാണ് യോഗം. നമ്മളെപ്പോഴും നമ്മളെ നിർത്തുന്ന ശക്തിയാണ്. കാരണം ശരീര മനോബുദ്ധികളെല്ലാം ജഡമാണ്. ഈ ജഡത്തിന് ചൈതന്യം കൊടുക്കുന്നത്, അതിന് പ്രവർത്തിക്കാൻ ഒക്കുന്നത്, ആ ചൈതന്യം ഇൻഡ്യൂസ് ചെയ്യുന്ന ആരാ? ആ ഈശ്വരന്, ആ പരമാത്മ ചൈതന്യം. നമ്മൾ അതിനൊരു പേരിട്ട് പരമാത്മ ചൈതന്യം. അങ്ങനെ ഒരു പേരില്ല. നമ്മുടെ റെഫറൻസിന് വേണ്ടിയാണ് പരബ്രഹ്മമെന്നും പരമാത്മാവെന്നും ബ്രഹ്മമെന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഇതാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പവറിലാണ് എന്റെ ശരീര മനോബുദ്ധികൾ പ്രവർത്തിക്കുന്നത്. അതില്ലെങ്കിലോ ഇത് അങ്ങനെ ജഡമായിട്ട് കിടക്കും. അപ്പൊ ഈ എന്റെ ശരീര മനോബുദ്ധികളിലുള്ള ഇമ്പോർട്ടന്റ് ഒരു എന്റൈറ്റി ആണ് ഈഗോ. ഈഗോ ആണ് നമ്മളെ ഞാനെന്ന ഭാവം, അതാണ് ഇതിനെല്ലാം നയിച്ചോണ്ട് പോകുന്നത്. ശരീരത്തിനെയും മനസ്സിനെയും ബുദ്ധിയെയും ഇതെല്ലാം ഇതിനകത്ത് ഈഗോ എന്നുള്ള ഒരു എന്റൈറ്റി ആണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. നമ്മളെ നയിച്ചോണ്ട് പോകുന്ന ആ ഈഗോ ആണ്. നമ്മളെപ്പോഴും ഞാൻ എന്നുള്ള വേർഡ് ഉപയോഗിക്കാൻ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ഈഗോ വേണം, പക്ഷെ അതിന്റെ ആധിക്യമാണ് നമ്മളെ വലയ്ക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോയി, ഞാൻ ജോലിക്ക് പോവാണ്, ഞാൻ വീട്ടിൽ ഇന്ന് ജോലിക്ക് പോകുന്നില്ല, റെസ്റ്റ് എടുക്കുകയാണ്, എനിക്ക് അത് ചെയ്യണം, എനിക്ക് വിശക്കുന്നു. അപ്പൊ ഞാൻ ഈ രണ്ട് ഇല്ലാതെ നമുക്ക് ഇവിടെ ജീവിതത്തിൽ വ്യവഹാരമില്ല, ഒക്കത്തില്ല. അപ്പം നമ്മുടെ ഈ ജീവിതം ഉള്ളത്തോളം കാലം നമ്മുടെ ശരീരത്തിന് ഈ ലോകമായിട്ട് വ്യവഹരിച്ചേ പറ്റൂ, ഇന്ററാക്ട് ചെയ്തേ പറ്റൂ. വ്യവഹാരം വെച്ചാൽ ഇന്ററാക്ഷൻ. ആ ഇന്ററാക്ഷൻ ഈഗോ വേണം താനും. പക്ഷെ ഈ ഈഗോയുടെ ആധിക്യമാണ്, എന്ന് വെച്ചാൽ അനാവശ്യമായി ഈ ഈഗോ കയറി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ദുരിതത്തിന് കാരണം. അപ്പം നമ്മൾ ഏതൊരു സംഗതിയെയും യോഗത്തിൽ ചെയ്യണം. എന്തുവാണ് യോഗം? നമ്മൾ ഈ ഈഗോയെ നമ്മൾ പരമാത്മ ചൈതന്യമായിട്ട് ആ പരമചൈതന്യത്തെ സമർപ്പിച്ചുകൊണ്ട് വേണം. ഏതും സമർപ്പണം, അതാ ഈശ്വരനോട് സമർപ്പിക്കുക. മറ്റേ എപ്പോഴും നമ്മൾ യൂഷ്വലായിട്ട് വരുന്നത് എങ്ങനെ, ഞാൻ എന്റെ ബുദ്ധിമുട്ട് ഞാൻ എങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല എപ്പോഴും എല്ലാം നമ്മുടെ ക്രെഡിറ്റ്, ആ ഈഗോ ആണ് ക്രെഡിറ്റ്. എന്തെങ്കിലും പ്രശ്നം വന്നാലോ ആ ക്രെഡിറ്റിലേക്ക് ഡിസോൺ ചെയ്യും. അത് എന്റെ കുഴപ്പം കൊണ്ടല്ല. എന്തെങ്കിലും നല്ലത് സംഭവിച്ചാലോ ഇത് ഞാൻ പറഞ്ഞിട്ടാണ്, എന്റെ ബുദ്ധിയിലാണ്. ഇത് യോഗത്തിന് ഓപ്പോസിറ്റ് ആണ്. ഏതും നമ്മൾ ദൈവാർപ്പണ ഈശ്വര സമർപ്പണ ബുദ്ധിയാ വേണം നമ്മൾ ഓരോ കാര്യങ്ങളെയും നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. അതാണ് ഈ യോഗം. ഈ യോഗമാണ് നമ്മളിപ്പോ ചെയ്യുന്ന എല്ലാം കർമ്മങ്ങളാണ്. കർമ്മം വെച്ചാൽ എന്തുവാ? കർമ്മം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കേണ്ടത്, കർമ്മം വെച്ചാൽ ഈഗോയുടെ ലെവലിലാണ് ഇത് കർമ്മം. ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവമാണ് കർമ്മം. പക്ഷെ നമ്മൾ എല്ലാ കർമ്മങ്ങളെയും വെച്ചാൽ സ്വധർമ്മം, എന്റെ സ്വധർമ്മത്തിലുള്ള എന്റെ ആഗ്രഹങ്ങളുടെ, എന്റെ സ്വധർമ്മം വെച്ചാൽ എന്റെ വാസനകളെ, എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, ഇഷ്ടമില്ലാത്തത് ചെയ്യാതിരിക്കും. അപ്പൊ എന്റെ സ്വധർമ്മമാണ് എന്റെ ഇഷ്ടാനിഷ്ടങ്ങള്. എനിക്ക് പിന്നെ ആ രീതിയിൽ വന്നു ചേരുന്ന കർമ്മങ്ങൾ, എന്റെ സ്വധർമ്മം, എന്റെ ഒരു കർമ്മ മേഖല ഉണ്ടാവും. അതിനകത്ത് ആ കർമ്മ മേഖലയിൽ തന്നെ എനിക്ക് ഇഷ്ടമുള്ളതിനോട് ഞാൻ കൂടുതൽ ആഭിമുഖ്യം കാണിക്കും, ഇഷ്ടമില്ലാത്തതിനെ റിജക്ഷൻ ചെയ്യും. ഇത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ നമ്മൾ, അതുകൊണ്ടാണ് നമുക്ക് ഈ ഭയങ്കര ഡിസാറ്റിസ്ഫാക്ഷൻ വരുന്നത്. ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ചെയ്യും. ചില കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമല്ല, അത് എനിക്ക് വന്നു ചേരുന്നു. അപ്പം അത് എന്റെ ഒഫീഷ്യലായിട്ട് വരുമ്പോഴേ എനിക്കിത് ഇഷ്ടമല്ല താനും. അപ്പം നമ്മൾ അതിനെ മനസ്സിൽ വെറുപ്പോടെ ചെയ്യും. ഇത് രണ്ടും, ഈ വെറുപ്പോടെ ചെയ്യുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിനെ അത് റിഫ്ലക്ട് ചെയ്യും. അപ്പം ഇത് വരുമ്പോഴേ, എന്റെ അനുകൂലവും പ്രതികൂലമായിട്ട് വരുമ്പോഴേ യോഗത്തിൽ ചെയ്യണം. അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഏത് നല്ലത് വന്നാലും
അനുകൂലമായിട്ടുള്ള സാഹചര്യം വന്നാലും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നാലും എന്റെ മനസ്സിനെ ഞാൻ ഈശ്വരന് അർപ്പിച്ചുകൊണ്ട് അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിനോട് റെസ്പോണ്ട് ചെയ്യുക. കാരണം വികാരത്തിൽ റിയാക്ട് ചെയ്യാതെ വിവേകത്തിൽ റെസ്പോണ്ട് ചെയ്യുക. ഈ ഒരു അപ്രോച്ച് നമ്മൾ എടുക്കണേ, അത് യോഗാവസ്ഥയാണ്. അതിനെ പറഞ്ഞ കർമ്മയോഗം. നമ്മൾ കർമ്മത്തിന് പകരം നമ്മുടെ ആ കർമ്മത്തിനെ കർമ്മയോഗമായിട്ട് ചെയ്യാൻ നമ്മൾ ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. ഈ ഒരു കർമ്മയോഗത്തിലോട്ട് നമ്മളെ ശ്രദ്ധിക്കണം എപ്പോഴും. നമ്മുടെ കർമ്മങ്ങളെല്ലാം കർമ്മയോഗത്തിൽ. കാരണം ഈ അഹന്താമത അവിടെ ഇന്റർഫിയർ ചെയ്യാൻ സമ്മതിക്കരുത്. നമ്മുടെ ഈഗോയാണ് നമ്മളെ വഴിതെറ്റിച്ചുകൊണ്ട് പോകുന്നത്. നമ്മൾ പലർക്കും അംഗീകരിക്കത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ക്ലാഷ് വരുന്നത്. നമ്മൾ പലയിടത്തും കോർഡിനേറ്റ് ചെയ്യാൻ ഇതിന്റെ അർത്ഥം സറണ്ടർ ചെയ്ത് പോകണമെന്നല്ല. ഈ ലോകത്തിലോട്ട് നമ്മൾ ലോകത്തിലോട്ടല്ല സറണ്ടർ ചെയ്യേണ്ടത്, ഈശ്വരനിലോട്ടാണ് സറണ്ടർ ചെയ്യുന്നത്. നമ്മുടെ ഈഗോയെ ലോകത്തിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യാനല്ല, ഈശ്വരനിൽ സറണ്ടർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഓരോ അനുകൂലവും പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളോട്ട് നമ്മൾ പ്രതികരിക്കാൻ. അല്ലാതെ നമ്മളിപ്പം ഇതെല്ലാം പഠിച്ചിട്ട് ശരി ഞാൻ ആര് വന്നു വെച്ചാൽ ഞാൻ അവർ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇവര് പറഞ്ഞാൽ അതുപോലെ അങ്ങനെ ഓരോരുത്തരുടെയും മുമ്പിൽ സറണ്ടർ ചെയ്ത് പോവാന്നുള്ള അല്ല എന്റെ അർത്ഥം. എവിടെ ധർമ്മമോ അധർമ്മമായിട്ടുള്ള നമ്മൾ ശരി തെറ്റുകളിൽ നിന്നും മാറണം. ഇത് ശരി ഇത് തെറ്റ്, ആ കൺസെപ്റ്റും നമ്മൾ ഇതെല്ലാം നമ്മുടെ മനോനിലത്തിൽ വരേണ്ട ഒരു കാര്യമാണ്. എന്റെ ശരിയായിരിക്കത്തില്ല, എന്റെ ശരി വേറൊരാൾക്ക് തെറ്റായിരിക്കും. വേറൊരാളുടെ ശരി എനിക്കും അത് എനിക്ക് തെറ്റായിരിക്കും. എന്റെ ശരി വേറൊരാൾക്കും തെറ്റായിരിക്കും, അല്ലെങ്കിൽ എന്റെ തെറ്റ് വേറൊരാൾക്ക് ശരിയായിരിക്കും. അപ്പം ഇത് എപ്പോഴും ക്ലാഷ് വരും. അപ്പൊ നമ്മൾ ശരി തെറ്റുകളിൽ കടിച്ചു തൂങ്ങാതെ ഞാൻ ഇത് ധർമ്മമാണോ, എന്റെ കർമ്മം ചെയ്ത് ഞാൻ ധാർമ്മിക വേയിലാണോ, ഇതായിരിക്കണം നമ്മുടെ ചിന്ത. കാരണം ഞാൻ എങ്ങനെ ചെയ്യും, മറ്റൊരാൾ എങ്ങനെ ചെയ്യുന്നു എന്നും അനലൈസ് ചെയ്യണം. അതിനോട് ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നു. അപ്പൊ ഒരാൾ എന്നോട് എമോഷണലായിട്ട് വരുമ്പോഴേ ഞാൻ തിരിച്ച് എമോഷണലായിട്ട് അല്ല പ്രതികരിക്കേണ്ടത്, ഞാൻ വിവേകത്തിലാണ് അത് പ്രതികരിക്കേണ്ടത്. അപ്പം ഞാൻ മറ്റുള്ളവരെ നിരീക്ഷിക്കണം, ഈക്വലി ഞാൻ എന്നെയും നിരീക്ഷിക്കണം. ഞാൻ എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തിൽ പെരുമാറുന്നത്, പ്രവർത്തിക്കുന്നത്, ഈ ഒരു ഒബ്സർവേഷൻ ഉണ്ടാവണം. അപ്പോഴാണ് ഈ യോഗമാവുന്നത്. നമ്മൾ അവരുടെ മുമ്പിൽ സറണ്ടർ ആകുകയല്ല ചെയ്യുന്നത്. ഞാൻ എന്നിലുള്ള ഈ പരമാത്മ ചൈതന്യത്തിൽ, ആ ചൈതന്യത്തിൽ സറണ്ടർ ആയിക്കൊണ്ട് വേണം. അപ്പൊ ഈഗോ അങ്ങോട്ട് ഒന്നിയും എലിവേറ്റ് ആവത്തില്ല, അല്ലെങ്കിൽ അങ്ങ് ഡൗണിലോട്ട് പോകത്തില്ല. ഈ പരമാത്മ ചൈതന്യത്തിൽ എന്റെ ഈഗോയെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ പഠിക്കണം. അതിനെയാണ് യോഗം എന്ന് പറയുന്നത്. അപ്പൊ കർമ്മങ്ങളെല്ലാം കർമ്മയോഗമായിട്ട് മാറും. ഇതാണ് ഏറ്റവും വലിയ ഈ കർമ്മയോഗമാണ്. നമുക്ക് അത് നമ്മുടെ ബാലൻസ്, അതിന് അങ്ങനെ ആരുമ്പോ ബാലൻസിങ്, ആത്മസംയമനം എന്ന് പറയുന്ന കർമ്മയോഗത്തിൽ കൂടെ സാധിക്കത്തുള്ളൂ. നമ്മൾ ഈഗോ വെച്ച് പ്രവർത്തനം കൊണ്ട് വെച്ചാൽ നമുക്ക് ആത്മസംയമനം ഉണ്ടാവത്തില്ല, നമ്മൾ ദുരിതത്തിലോട്ടേ പോകത്തുള്ളൂ. അതാണ് ഈ ഒരു 2-3 പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. മഞ്ജുവിന് വായിക്കാൻ അടുത്തത്. വൈകാരിക നിലവാരത്തിൽ മാത്രം കണ്ണാടി ഏത് പേജായിരുന്നു ഉസ്മാനെ? എന്റെ വെളിയിലായിരുന്നു. ഏത് പേജായിരുന്നു? 38-ാമത്തെ ശ്ലോകത്തിലെ വൈകാരിക നിലവാരത്തിൽ മാത്രം യുദ്ധത്തെ വിലയിരുത്തിയത് കൊണ്ടാണ്, വൈകാരിക നിലവാരത്തിൽ പറഞ്ഞ 9-ാമത്തെ പാരഗ്രാഫാണ്. വൈകാരിക നിലവാരത്തിൽ മാത്രം യുദ്ധത്തെ വിലയിരുത്തിയത് കൊണ്ടാണ് അർജുനൻ വ്യാമോഹിതനായി ചമഞ്ഞത്. ബന്ധുക്കളല്ലേ ശത്രുപക്ഷത്ത് അണിനിരന്ന് നിൽക്കുന്നത്? അവരെ കൊല്ലുന്നത് അധർമ്മമല്ലേ? ഈ ചിന്ത അയാളെ വികാര പരവശനാക്കി. മറ്റു കാഴ്ചപ്പാടുകളിലൂടെയും തന്റെ പ്രശ്നത്തെ കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അയാൾക്ക് ഈ ദുർഗതി വരില്ലായിരുന്നു. ഇത് കർത്തവ്യതാമൂഢനായ അർജുനൻ കൃഷ്ണനെ ശരണം പ്രാപിച്ചു. ചഞ്ചല മനസ്സ് വിവേകബുദ്ധിയെ എന്ന പോലെ. അങ്ങനെ അർജുനന് മാർഗനിർദ്ദേശം നൽകാൻ തുനിഞ്ഞ കൃഷ്ണൻ എല്ലാ കാഴ്ചപ്പാടിലൂടെയും ഈ പ്രശ്നത്തെ വീക്ഷിക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്നു. കഠോപനിഷത്തിൽ പ്രതിപാദിക്കുന്ന വിവേക ബുദ്ധിയുടെ സ്ഥാനമാണ് ഗീതയിൽ കൃഷ്ണൻ വഹിക്കുന്നത്. ആധ്യാത്മികതയുടെയും യുക്തിയുടെയും ധർമ്മത്തിന്റെയും കീഴ്വഴക്കത്തിന്റെയും നിലവാരത്തിൽ ഈ വെല്ലുവിളിയെ വിലയിരുത്തിയ ശേഷം അർജുനൻ യുദ്ധം ചെയ്തേ മതിയാവൂ എന്ന നിഗമനത്തിലാണ് മുൻ ശ്ലോകത്തിൽ കൃഷ്ണൻ ചെന്നെത്തിയത്. ഈ ശ്ലോകത്തിലാവട്ടെ സ്വധർമ്മമായ ഈ യുദ്ധം എങ്ങനെ ചെയ്യണം എന്ന് നിർദ്ദേശിക്കുന്നു.
ശരിയാവണ്ണം സ്വധർമ്മം നിർവഹിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങളും അവ സൃഷ്ടിക്കുന്ന ഭയാശങ്കകളുമാണ്. അവയാകട്ടെ ശരീര മനോബുദ്ധി തലങ്ങളുമായി നമുക്കുള്ള തന്മയി ഭാവത്തിൽ നിന്നും അഭിമാനത്തിൽ നിന്നുമാണ് രൂപം കൊള്ളുന്നത്. ബുദ്ധിയുടെ സുഖദുഃഖ കൽപ്പനകളും മനസ്സിന്റെ ലാഭ ചിന്തകളും ശരീരത്തിന്റെ ജയാപജയ പരിഗണനകളും നമ്മെ സ്വാധീനിക്കുന്നത് അവയുമായി അതായത് അനാത്മ വസ്തുക്കളായ ശരീര മനോബുദ്ധികളുമായി നാം താതാത്മ്യം പ്രാപിച്ചു പോകുന്നത് കൊണ്ടാണ്. അവയുമായി ഒട്ടാതെ നിസ്സംഗഭാവത്തിൽ സാമ്യാവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം യുദ്ധം ചെയ്യാൻ. അതെ, അപ്പൊ ഇതിന് കഴിഞ്ഞ നേരത്തെ വായിച്ച പാരഗ്രാഫ് വേറൊരു പോയിന്റിനുണ്ട്. നമ്മളിപ്പം ഈ യോഗം പരമാത്മ ചൈതന്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് വേണം കാര്യങ്ങളെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അതിൽ തന്നെ നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴേ ഏത് പ്രശ്നത്തെയും നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 4 തലത്തിൽ വേണം അതിനെ കാണാൻ, എല്ലാ തലത്തിലും അതിനെ കാണണം. ഇപ്പൊ തന്നെ കൃഷ്ണൻ നേരത്തെ അർജുൻ യുദ്ധം ചെയ്യുന്നത് ആത്മീയതയിലെ ഭൗതികമായിട്ടും ഓരോ കീഴ്വഴക്കുകളുടെ ചില ശരീരത്തിന്റെ തലത്തില്, മനസ്സിന്റെ തലത്തില്, ബുദ്ധിയുടെ തലത്തില്, പരമാത്മ ചൈതന്യത്തിലെ ലെവൽ, അങ്ങനെ 4 രീതിയില്. അതിനാണ് ഇപ്പം ഏത് പ്രശ്നങ്ങളും നമുക്ക് 4 രീതിയിൽ വിലയിരുത്താൻ കഴിയും. നമ്മൾ എപ്പോഴും അങ്ങനെ നമ്മുടെ ടെൻഡൻസി എങ്ങനെയാ, നമ്മൾ വാസനയ്ക്ക് അനുസരിച്ച് നമ്മൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ വാസനകളുണ്ട്, ഓരോ പ്രകൃതമുണ്ട്, ഓരോ സ്വഭാവമുണ്ട്. ഓരോരുത്തരും അവരവരുടെ വാസനയ്ക്ക് അനുസരിച്ച് വീക്ഷിക്കാൻ തുടങ്ങുന്നത്. അല്ലാതെ നമ്മൾ ഇങ്ങനെയുള്ള ഒരു അനാലിസിസ് നമുക്ക് അറിയത്തില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ഓരോ പ്രശ്നങ്ങളെയും ഇത് ശരീരത്തിന്റെ ലെവലിലാണോ, ഇത് മനസ്സിന്റെ ലെവലിലാണോ, ഇത് ബുദ്ധിയുടെ ലെവലിലാണോ, ഇതിൽ ഈ 3 ലെവലിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. എന്നുവെച്ചാൽ ഇത് വാസനയിലെ ഇത് 3 ഘടകങ്ങളാണ്. അപ്പം അത് ഏത് രീതി ചിന്തിച്ചാലും പല രീതിയിൽ ചിന്തിക്കണം. എന്നിട്ട് ആത്മീയമായിട്ടും ചിന്തിക്കണം. ഏത് രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ജസ്റ്റിഫയബിൾ ആണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടത്, ആ രീതിയിൽ നമ്മൾ 4 രീതിയിൽ ആസ്പെക്റ്റിലോട്ട് ഇതിനെ എപ്പോഴും കാണണം. അതാണ് പറയുന്നത് ആധ്യാത്മികതയുടെയും യുക്തിയുടെയും ധർമ്മത്തിന്റെയും കീഴ്വഴക്കത്തിന്റെയും. ആധ്യാത്മിക വെച്ചാൽ നമ്മുടെ നിന്നുള്ള ആ ധാർമ്മിക വാല്യൂസ് പരമാത്മ ചൈതന്യം ബേസ് ചെയ്തിട്ടുള്ളത്. യുക്തിയുടെ വെച്ചാൽ മനസ്സിന്റെ ബുദ്ധിയുടെയാണ് യുക്തി. നമ്മൾ വിചാരം ചെയ്ത് ഉണ്ടാക്കുന്നതാണ് യുക്തി. ധർമ്മത്തിന്റെ വെച്ചാൽ മനസ്സിന്റെയാണ്. കീഴ്വഴക്കം വെച്ചാൽ ശരീരത്തിന്റെ ലെവലിലാണ്. അപ്പൊ ഈ ഒരു പല രീതിയിൽ ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ പല രീതിയിൽ കാണാൻ ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ കുതിര ഇങ്ങനെ പോകുന്ന കുതിരയുടെ കണ്ടിട്ടില്ല, കണ്ണിന്റെ 2 സ്ട്രെയിറ്റ് ആയിട്ട് മാത്രമേ അതിന് കാണാൻ പറ്റത്തുള്ളൂ, അത് ബാക്കി സൈഡിലുള്ളതൊന്നും കാണത്തില്ല. അപ്പൊ അതേ സമയത്ത് വേറൊരു കൺസെപ്റ്റ് ഉണ്ട്, ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയും. ഒരു പക്ഷി ദൂരെ മേളിൽ നിന്ന് എങ്ങനെ കാണുന്നേ, അതിനെ ഒരു ഓവറോൾ വ്യൂ. ഇപ്പൊ നേർന്ന് പറഞ്ഞത് നമ്മൾ ഓവറോൾ വ്യൂ എന്ന് പറഞ്ഞാല് നമ്മൾ ഈ 3-4 തലത്തിൽ നമ്മൾ ഓരോ പ്രശ്നങ്ങളെയും നമുക്ക് ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളെയും ഇങ്ങനെ വീക്ഷിക്കാൻ തുടങ്ങിയാൽ നമുക്ക് ഒരു അനലിറ്റിക്കൽ മൈൻഡ് വരും. അല്ലാതെ നമ്മുടെ ഒരു വാസനയിൽ നിന്നുകൊണ്ട് മാത്രം കാര്യങ്ങളെ വീക്ഷിക്കരുത്. പറയത്തില്ലയോ, നമ്മുടേതായ രീതി മറ്റുള്ളവരുടെ രീതിയിലും ചിന്തിക്കാൻ പഠിക്കണം. അത് ഓർഡിനറി ആയിട്ട് തന്നെ അത് വേണം, ഒരു വിവേകത്തിലുള്ളതാണ്. നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോഴേ നമ്മുടെ മാത്രം നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്ന ഒരു വ്യക്തി അയാളുടെ ആംഗിളിലും ശരിയാണോ നമ്മൾ ചിന്തിക്കണം. അയാൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, അല്ല എന്തുകൊണ്ടാണ് അങ്ങനെ പ്രവർത്തിച്ചത്, എന്താണ് കാരണം, നമ്മൾ ആ രീതിയിലും ചിന്തിക്കണം. പക്ഷേ അതാ പറയാ, അത് നോർമൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അത് പറയും. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഇൻസ്റ്റെഡ് ഓഫ് അവരുടെ എക്സ്റ്റേണൽ നമ്മളോട് പ്രതികരിക്കുന്ന ആളുടെ വെച്ചിട്ട് മാത്രമല്ല, നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതിനെ ഒന്ന് അനലൈസ് ചെയ്യണം. എപ്പോഴും നമ്മൾ എപ്പോഴും വെളിയിലോട്ടാണ് ഫ്രെയിം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഉള്ളിലോട്ട് ഇൻവേർഡ് ഒരു അനാലിസിസ് എപ്പോഴും അപ്പോഴേ നമുക്ക് നമ്മുടെ ആക്ഷൻസിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ വേണ്ടാത്തതൊക്കെ ചെയ്തു കൂട്ടും, എന്നിട്ട് പിന്നീട് ദുഃഖിക്കും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു കാര്യം സഡനായിട്ട് ചെയ്യേണ്ടതാണെങ്കിൽ പോലും ഒരു പോസ് എന്നുള്ള ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചിട്ട്, അല്ലാതെ ഒരു വിത്തിൻ മൊമെന്ററി ആയിട്ട് എനിക്ക് ചെയ്യേണ്ടതുണ്ട്, അങ്ങനെ ഒരു വളരെ അപൂർവത്തിലേ വരത്തുള്ളൂ. മൊമെന്ററി ആയിട്ട് ചെയ്തേ പറ്റൂ, മനസ്സിലായോ? അപ്പോഴേ നമ്മൾ എപ്പോഴും പ്രവർത്തിക്കുന്നത് ഒരു ഈശ്വരാർപ്പണമായിട്ട് ആണെങ്കിൽ അത് ദൈവികമായിട്ടേ വരത്തുള്ളൂ. തന്നെ മൊമെന്ററി ആയിട്ട് നമ്മൾക്ക് എപ്പോഴും അങ്ങനല്ല, മൊമെന്ററി ആയിട്ട് അല്ല പ്രവർത്തിക്കേണ്ടത്. എപ്പോഴും അപൂർവം കാര്യങ്ങളേ ഉള്ളു. പക്ഷെ നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ ഒരു മൊമെന്ററി ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് പോലും അത് ദൈവികമായിട്ടേ വരത്തുള്ളൂ, അത് നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടേ വരത്തുള്ളൂ. അപ്പം നമ്മൾ ഏത് കാര്യത്തിനെയും നമ്മൾ ഒരു അനലിറ്റിക്കൽ മൈൻഡോടുകൂടി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് ചെയ്യുന്നത്, പിന്നെ ജീവിതത്തിൽ ദുഃഖിക്കേണ്ടി വരത്തില്ല. അപ്പം ഈ ഒരു കാര്യത്തിൽ 4 രീതിയിൽ കാണാൻ പഠിക്കണം. നമ്മൾ എന്താണ് ചെയ്യുന്നത് അങ്ങനെ അതിനുവേണ്ടി കൊണ്ടുപോകണം. ആ രീതിയാണ് പറഞ്ഞത്. ഈ ഒരു ആസ്പെക്ട് ആണ് ഇതിനകത്ത് പറയുന്നത്.
നമ്മൾ വികാരത്തിന്റെ ലെവലിൽ മാത്രമോ, വികാരം വെച്ചാൽ മനസ്സിന്റെ ബുദ്ധിയുടെ ലെവലിൽ മാത്രമോ. ഇപ്പം കൃഷ്ണന് അർജുനന് പറ്റിയത് എന്താ? ആ ഒരു ലെവലിൽ ഒരേ ഒരു വൈകാരിക ലെവൽ, എന്റെ മുത്തശ്ശനെ എന്റെ ഗുരുവിനെ കൊന്നിട്ട് വേണോ, അങ്ങനെയുള്ള ആ ഒരു മനസ്സിന്റെ ലെവലിൽ ആ സ്നേഹം ആ രീതിയിൽ ചിന്തിച്ചപ്പോഴാണ് അയാൾ തളർന്നു പോയത്. പല രീതിയിൽ ചിന്തിച്ചില്ലെങ്കിൽ തളരത്തില്ല. മറ്റുള്ളവരൊന്നും തളർന്നില്ലല്ലോ. പാണ്ഡവർ തന്നെയും അർജുനനെ ഉള്ളു തളർച്ച. യുധിഷ്ഠിരനോ ഭീമനോ മറ്റുള്ളവർക്കൊന്നും ഇങ്ങനെ ഉണ്ടായില്ല. അതുപോലെ മുത്തശ്ശനോ ഈ ഗുരുവിനോ ഇതൊന്നും ഉണ്ടായില്ല. കാരണം അവരൊക്കെ അധർമ്മത്തിന്റെ സൈഡാണെങ്കിൽ പോലും അവരൊക്കെ ഇതിന് മാനസികമായി ഉയർന്ന തലത്തിൽ നിൽക്കുന്നവരാ. അധർമ്മത്തിന്റെ സൈഡിലാണെങ്കിൽ പോലും അവർ ഈ രീതിയിലൊന്നും തളർന്നില്ല. ആ വികാരത്തിലല്ല അവർ നിന്നത്. അപ്പൊ ഈ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ തന്നെ ഓരോ കാര്യങ്ങളിലും ഈ 4 രീതിയിൽ കാര്യങ്ങളെ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് ഈ ദുരിതങ്ങളെ നമുക്ക് ചെയ്തു കൂട്ടുന്ന അനാവശ്യമായ കാര്യങ്ങളെ മാറ്റാൻ കഴിയും. അപ്പൊ അതുവഴി നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാവത്തില്ല. ആ രീതിയിലുള്ള അടുത്ത പാരഗ്രാഫ് അന്തിക്ക് വായിക്കാവോ? ഗീതചേച്ചിക്ക് വായിക്കാവോ? ഏത് സാഹചര്യത്തിലും വായിക്കാം. ഏത് സാഹചര്യത്തിലും സമചിത്തത നിലനിർത്താൻ ഏത് സാഹചര്യത്തിലും സമചിത്തത നിലനിർത്താൻ കഴിവുള്ളവന് ജീവിത വിജയം തീർച്ചയാണ്. ഓരോ ആളും സ്വന്തം തുറയിൽ പ്രവർത്തിക്കുമ്പോൾ മനസ്സിനെ എങ്ങനെ തുറന്നു വയ്ക്കണമെന്നും മുമ്പേ വിവരിക്കുകയുണ്ടായി. വാസനാ നിർമ്മാർജ്ജനത്തിന്, ആത്മശുദ്ധീകരണത്തിന് വേണ്ടിയാണ് നാം എല്ലാം ഈ ലോകത്തിൽ ശരീരമെടുത്തു വന്നത് തന്നെ. വാസനയുടെ പള്ളിക്കെട്ടും ചുമന്നുകൊണ്ട് നാം ജീവിതയാത്ര ചെയ്യുന്നു. വാസ്തവത്തിൽ ഓരോ ജീവിയും ഓരോ വാസനാമാറാപ്പ് തന്നെയാണ്. ഏതവസ്ഥയിലും സമചിത്തത പാലിക്കാൻ കഴിയുമെങ്കിൽ ഉള്ളിലെ വാസന പുറത്തു പോവാനും അങ്ങനെ ഉള്ളം ശുദ്ധമാവാനും ഇടയാകും. എന്നാൽ നമ്മുടെ അഹന്തയും സ്വാർത്ഥ കാമനകളും പഴയ വാസനകളെ പുറത്തു പോവാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തുകയും പുതിയ വാസനകളെ ഉള്ളിൽ കടത്തിവിടുകയും ചെയ്യുന്നു. സുഖദുഃഖാദി ദ്വന്ദ്ങ്ങളിൽ ഭ്രമിക്കുമ്പോഴാണ് അഹന്ത തലപൊക്കുക. അഹന്തയില്ലാത്ത കർമ്മം ചെയ്യുമ്പോൾ സമചിത്തത കൈവരും. വാസനാമാലിന്യം കഴുകിക്കളയാൻ, മനസ്സ് ശുദ്ധമാക്കാൻ ഇതാണ് വഴി. അഹന്താമമതകൾ വെടിഞ്ഞ് കർമ്മം ചെയ്തുകൊണ്ട് ഇതെത്ര യോഗം. അടുത്ത അധ്യായത്തിൽ കർമ്മയോഗം എന്ന പേരിൽ ഇക്കാര്യം വിശദമാക്കുന്നുണ്ട്. ഭഗവാൻ തുടക്കത്തിൽ തന്നെ ആത്മതത്വത്തിന്റെ സിദ്ധാന്തപരമായ നിരൂപണം നടത്തി. തുടർന്ന് കർമ്മനിരതനായ മനുഷ്യന്റെ പ്രായോഗിക ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിൽ സാധാരണക്കാരുടെ വാദഗതികളെ അവലംബിച്ചുകൊണ്ട് അങ്ങനെ സമർത്ഥിപ്പിക്കുകയും ചെയ്തു. അതിന്റെ വെളിച്ചത്തിൽ ഇപ്പോൾ അർജുനന്റെ കർത്തവ്യം യുദ്ധം ചെയ്യലാണെന്നും യുദ്ധം ചെയ്യുമ്പോൾ അർജുനന്റെ മനോഭാവം ഏത് നിലയിലിരിക്കണമെന്നും ഭഗവാൻ വ്യക്തമാക്കി കഴിഞ്ഞു. മനസ്സിലാക്കിയ തത്വശാസ്ത്രത്തിനു അനുസൃതമായി ജീവിക്കലാണല്ലോ മതത്തിന്റെ പ്രായോഗികത. ഇനി വേദാന്ത ദർശനം അനുശാസിക്കുന്ന കർമ്മയോഗത്തിൽ അധിഷ്ഠിതമായ ജീവിത രീതിയെ കുറിച്ചാണ് പറയാൻ തുടങ്ങുന്നത്. അപ്പൊ ഇതില് നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ബാലൻസ്ഡ് മൈൻഡോടുകൂടി ഇതിനെ ഈ കർമ്മയോഗം ചെയ്യണം എന്ന് പറയുന്നത്? ഇപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? നമ്മൾ ഇങ്ങനെ ജനന മരണം മരിച്ചു, പിന്നെയും വാസനകൾ കൂട്ടി അടുത്ത ശരീരം എടുക്കുക, പിന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ കൂടി ഇങ്ങനെ കടന്ന് ചുറ്റിത്തിരിയാതെ നമ്മുടെ ജീവനെ ആ പരമാത്മ ചൈതന്യത്തോട് ലയിപ്പിക്കാനാണ്, മുക്തിയിലോട്ടാണ് എല്ലാ മനുഷ്യരുടെയും ജീവിത ലക്ഷ്യം. അതാ. ഈ മുക്തിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിലോ, മോക്ഷത്തിലോട്ട് പോകണം, ഈ പരമാത്മ ലയിക്കണം എന്നുണ്ടെങ്കിലോ എന്നിൽ അഴിക്കാവുന്ന വാസനകൾ നിർമ്മാർജ്ജനം ചെയ്യണം. വാസന എന്ന് വെച്ചാൽ കർമ്മഫലം. ഈ കർമ്മഫലം എങ്ങനെ ഉണ്ടായതാ? കഴിഞ്ഞ ജന്മം വരെ, ഈ ജന്മം എടുക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇന്നലെ വരെ ഞാൻ കഴിഞ്ഞ ജന്മത്തിലും ഇന്നലെ വരെ ചെയ്ത കാര്യങ്ങള് ഈ കർമ്മങ്ങൾ ഉണ്ടായ കർമ്മഫലമാണ്. എന്നിൽ കർമ്മം ചെയ്തുണ്ടായ ഫലമാണ്. എന്നുവെച്ചാൽ ഇഷ്ടാനിഷ്ടങ്ങളാണ്. അപ്പം ഞാൻ കർമ്മത്തിൽ കൂടെ ആർജിച്ച കർമ്മഫലം അതാണ് വാസനകളായിട്ട് നിൽക്കുന്നത്. അത് അഴുക്കാണ്. ആ കർമ്മഫലത്തിന് എങ്ങനെയാണ് ഞാൻ അനുഭവിക്കേണ്ടേ? വേറെ ഒരു മാർഗമൊക്കെ ഇതിൽ കർമ്മം ചെയ്ത് തന്നെ വേണം അതിനെ അനുഭവിക്കുക. എങ്ങനെ കർമ്മം ചെയ്യണം? കർമ്മയോഗത്തിൽ കർമ്മം ചെയ്യണം. അപ്പൊ എന്റെ വാസനകളെ ഞാൻ എങ്ങനെ നിർമ്മാണം ചെയ്യും? ഈ കർമ്മത്തിൽ കൂടി ഞാൻ ആർജിച്ച കർമ്മവാസനകളെ ഞാൻ കർമ്മത്തിൽ കൂടെ തന്നെ നമ്മൾ മാറ്റിയേ പറ്റൂ. ഇല്ല, മുള്ളുകൊണ്ട് മുള്ളിനെ എടുക്കണമെന്ന് പറയുന്ന പോലെ നമ്മൾ കർമ്മത്തിൽ കൂടെ ആർജിച്ച കർമ്മവാസനകളെ നമ്മൾ കർമ്മം കൊണ്ട് തന്നെ വേണം കഴുകിക്കളയാൻ. അല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ല. ഈ കർമ്മത്തിൽ കൂടെ ആർജിച്ച കർമ്മവാസന, ഈ കർമ്മവാസനകളെ ഞാൻ
കർമ്മങ്ങളെ കർമ്മയോഗത്തിൽ ചെയ്താൽ ഉള്ള കർമ്മ വാസനകള് നീങ്ങിപ്പോവുകയും ചെയ്യും, ഫർദറായിട്ടൊന്നും ഉണ്ടാവത്തതുമില്ല. അല്ലെങ്കിൽ ഞാൻ കർമ്മങ്ങളെ വെറും ഞാൻ എന്റെ കർമ്മഫലത്തിനെ എന്റെ വാസനയെ ഞാൻ കർമ്മത്തിൽ ചെയ്തുകൊണ്ടിരുന്നാൽ വാസനകൾ കൂടിക്കൊണ്ടേയിരിക്കും. എന്റെ ജന്മങ്ങൾ ഇങ്ങനെ മാറിക്കോ, വേറെ ശരീരം എടുക്കും. പിന്നെ എനിക്ക് ആ മുക്തിയിലോട്ടും ഞാൻ മുക്തിയിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കും. അതിപ്പോ ഞാൻ ഈ എന്റെ വാസനകളെ കർമ്മയോഗത്തിൽ കൂടി അനുഷ്ഠിച്ചാൽ എന്റെ കർമ്മ വാസനകൾ പോവുകയും ചെയ്യും, പുതിയ വാസനകൾ ഉണ്ടാകത്തുമില്ല. അതാണ് ഇതിനകത്ത് കുട്ടി. ഈ ഒരു ശ്ലോകത്തിന്റെ 4-5 പേജുണ്ട്. ശരിക്ക് വായിക്കുക, മനസ്സിരുത്തി വായിക്കുക. എന്നിട്ട് നമുക്ക് ഇപ്പൊ അടുത്ത ശ്ലോകത്തിലോട്ട് പോവാം. എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളും ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്തെങ്കിലുമൊക്കെ ചിന്തകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലാണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ശ്ലോകമാണ്. ഇതിനെ നമ്മൾ ഓരോ ശ്ലോകവും കുറച്ച് തറവായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കി ആ ഓരോരുത്തരും ചിന്തിക്കുന്നതൊക്കെ ഷെയർ ചെയ്തത് നല്ലതായിരിക്കും, മറ്റുള്ളവർക്കും ഉണ്ടായത് നല്ലതായിരിക്കും. ഇനി ഒരു 2 മിനിറ്റേ ഉള്ളൂ. ശരി, ആർക്കൊന്നും പറയാനില്ലല്ലോ. നാളെ കാണാം. നാളെ 9 മണിക്കാണ്.